യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട OJ ജനീഷ് ഇപ്പോൾ ലൈവായി നമ്മോടൊപ്പം മീഡിയ വണ്ണിനൊപ്പം ചേരുന്നുണ്ട് ഈ സമയം. ശ്രീ OJ ജനീഷ്, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. ഗുഡ് മോർണിംഗ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു. യെസ്, അപ്പോൾ പല പേരുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പല പേരുകളിലൂടെ കോൺഗ്രസ് കടന്നുപോയി. അപ്പം കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം കടന്നുപോയി. ഒടുക്കം ഇന്നലെ AICCയുടെ ഭാഗത്തുനിന്ന് ഒരു ലെറ്റർ വരുന്നു. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷ് എന്ന ഒരു പേര് വന്നപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് പാർട്ടി തെരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഇന്നലെ ഈ ഒരു ഉത്തരവ് വരുമ്പോൾ ആദ്യഘട്ടത്തിലെ ഒരു വലിയ സന്തോഷകരമായൊരു നിമിഷമാണ്, വളരെ അഭിമാനകരമായ സന്ദർഭമാണ്. പാർട്ടി ഒരു വിശ്വാസത്തിലെടുത്ത് നേതൃരംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനുണ്ടാകുന്ന എല്ലാ വികാരവിക്ഷോഭങ്ങളൊക്കെ തന്നെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് രംഗത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ KSU രംഗത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു പദവിയിലേക്ക് കടന്നു വരുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. പക്ഷേ വിവിധ ഘട്ടങ്ങളിൽ പാർട്ടി ഓരോ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ചുമതലകളും വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യവും അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ നിർവഹിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതെ, ഇതുവരെയുള്ള ദൗത്യങ്ങളെല്ലാം തന്നെ നന്നായിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അറിയേണ്ടത്. നമുക്കറിയാം, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനകളെല്ലാം തന്നെ തെരുവുകളിലേക്ക് സജീവമായി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്ന് കേരളത്തിനകത്തുള്ളത്. ജനം വളരെ പ്രതീക്ഷയോടുകൂടി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നോക്കിക്കാണുകയാണ്. ജനം ആഗ്രഹിക്കുന്നത് ഈ സംസ്ഥാനത്തിനകത്തൊരു ഭരണമാറ്റമാണ്. കാരണം ആ രീതിയിൽ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുകയാണ്. ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എത്രത്തോളം മലീമസമാക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഇന്നത്തെ ഭരണമുന്നണി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോടും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉയർന്നു വരേണ്ടുന്ന ജനരോഷം, ആ സർക്കാരിൻ്റെ എതിരായ ജനരോഷത്തിന് മുമ്പിൽ നിൽക്കേണ്ടുന്ന യുവജന സംഘടനകൾ എന്ന രീതിയിലൊക്കെ തന്നെ ജനം വളരെ പ്രതീക്ഷയോട് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ട് തന്നെ, ആ പ്രതീക്ഷയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഈ സംഘടനയുടെ ഭാഗമായ നിരവധിയായ സമരങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ശബരിമലയിലെ വിഷയങ്ങളായാലും ശരി, ഇന്നലെ ഏറ്റുമാനൂരിൽ വലിയ സമരം നടന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ വലിയ സമരം നടന്നു. പത്തനംതിട്ടയിലെ സമരത്തിൻ്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റും സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോഴും റിമാൻഡിലാണ്. അപ്പോൾ സമരരംഗത്ത് തുടരുക എന്നുള്ളത് മാത്രമല്ല, സമരങ്ങൾ കൂടുതൽ ശക്തിയോടെ നടത്തേണ്ടുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. ഇനി താങ്കളുടെ പേര് ഇന്നലെ പുറത്തു വന്നപ്പോൾ DYFI നേതാക്കൾ, CPM നേതാക്കളൊക്കെ വലിയ ആയുധമാക്കി അബിൻ വർക്കി ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ ആളായിരുന്നു അബിൻ. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിനകത്ത് കിട്ടിയ വോട്ടിന്റെ എണ്ണത്തിൽ അബിന് താഴെയായിരുന്നു താങ്കൾ. എങ്കിൽ കൂടി താങ്കളുടെ പേര് വന്നപ്പോൾ സ്വാഭാവികമായും അത് അബിന് വലിയ വിഷമമുണ്ടാക്കി എന്നാണ് വാർത്തകളായി കാണുന്നത്. ഐ ഗ്രൂപ്പിന് വലിയ അതൃപ്തി ഉണ്ട് എന്നൊക്കെ പറയുന്നപ്പോൾ അബിൻ മാധ്യമങ്ങളെ കാണാൻ പോകുന്ന 10 മണിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിനകത്ത് താങ്കൾ അധ്യക്ഷനാക്കിയതിൽ കാര്യമായൊരു അസ്വാരസ്യം പുകയുന്നുണ്ട് എന്ന വാർത്തകളോട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, അങ്ങനെ ഒരു അസ്വാരസ്യമുള്ളതായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തില്ല. വളരെ സ്നേഹത്തോടെ തന്നെ എല്ലാ സംസ്ഥാന ഭാരവാഹികളായിട്ടും ഇന്നലെ വളരെ കിട്ടിയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സംസാരിച്ചു. എന്നോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ട ഭാരവാഹികളുമായിട്ടും ഞാൻ ഫോണിൽ സംസാരിക്കേണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും. അബിൻ വിളിച്ചിരുന്നോ? ഇത് പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ്. ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു, നമ്മൾ സംസാരിച്ചാണ്. ഇത് പാർട്ടി എടുത്തൊരു തീരുമാനമാണ്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനായാലും മറ്റാരായാലും പാർട്ടിയുടെ തീരുമാനത്തിനോടൊപ്പം പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു സംഘടനാ ജീവിതത്തിലെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് പാർട്ടി എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും പൊതുവിൽ സ്വീകരിക്കാറുള്ളത്. അതിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ തൃശ്ശൂർ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു താങ്കൾ. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു അധ്യക്ഷനെ പുതുതായി തെരഞ്ഞെടുക്കുമ്പോൾ ആ അർത്ഥത്തിൽ ഒരു വലിയ അസൈൻമെന്റും ടാസ്കും കൂടി സ്വാഭാവികമായും പാർട്ടി താങ്കളെ ഏൽപ്പിച്ചു കാണണം. അപ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് എത്രമേൽ ശ്രമകരമായൊരു റിസ്കി ടാസ്ക്കാണ്. അത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ
ആ വെല്ലുവിളി എങ്ങനെയാണ് കാണുന്നത്? തൃശ്ശൂരിൽ കഴിഞ്ഞ 2 തവണയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു MLA മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി അതായിരിക്കില്ല എന്ന് ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് നിലയിൽ പ്രവർത്തിച്ച ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. ജില്ലയിലെ കോൺഗ്രസ് അങ്ങനെ ദുർബലമല്ല എന്ന് മാത്രമല്ല, ജില്ലയിൽ ഇന്നും എല്ലാ ഗ്രാമാന്തരങ്ങളിലും വേരോട്ടമുള്ള ശക്തമായ സാന്നിധ്യമുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു പരാജയമൊന്നും ജില്ലയ്ക്കകത്ത് ഉണ്ടായിട്ടില്ല. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പ്രതാപ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള നമ്പർ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ തന്നെ. ആ പ്രവർത്തനങ്ങളുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നലകളിൽ എങ്ങനെയാണോ പ്രവർത്തനം ഉണ്ടായത് അതുപോലെ തന്നെ നാളെയും ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഇടങ്ങളിൽ കൂടി അതുകൂടി ആ പ്രവർത്തനം കൂടി മുന്നോട്ട് കൊണ്ടുപോകും. വളരെ സജീവമായി തന്നെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ എല്ലാ സംഘടനാ പരിപാടികളിലും യൂത്ത് കോൺഗ്രസിൻ്റെ കൂടി പ്രാതിനിധ്യം ഉറപ്പുവരുത്തും. ചെറുപ്പക്കാരുടെ ഒരു കടന്നുവരവ് ജില്ലയ്ക്കകത്ത് കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിന് ഒരു വലിയ ഉണർവ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിശക്തമായൊരു തിരിച്ചുവരവുണ്ടാകും. 14-ൽ 13 സീറ്റും വിജയിച്ച ഒരു ചരിത്രം തൃശ്ശൂരിലെ കോൺഗ്രസിനെ UDF-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ആ ചരിത്രങ്ങളൊന്നും ഇനിയും ഞങ്ങൾക്ക് അപ്രാപ്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചെറിയ ഒരു പ്രതിഭാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അത് അപ്പോഴത്തെ താൽക്കാലികമായൊരു പ്രതിഭാസം മാത്രമാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും. CPM BJP നെക്സസ് ഒക്കെ ഒരുപാട് നടക്കുന്ന ജില്ല കൂടിയാണ് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയൊക്കെ അട്ടിമറിക്കുന്നതും അതിൻ്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവണതകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ജനങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് പാർലമെൻ്ററി രംഗത്ത് MLA-മാരുടെ എണ്ണം കൂട്ടുക എന്ന് പറയുന്നതൊക്കെ തന്നെ ഞങ്ങൾക്ക് അപ്രാപ്യമല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ നടന്നടുക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധനീഷ്, നമുക്കറിയാം മുൻ അധ്യക്ഷനെതിരായ ആരോപണങ്ങൾ, പരാതികൾ അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അണികൾക്കിടയിൽ നിന്ന്, പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രവർത്തകരുടെ വിശ്വാസ്യത കൂടി, അല്ലെങ്കിൽ അവർ അതുകൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയിലേക്കാണ് അന്ന് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അത് ഏറെ നിർണായകമാണ്. കാരണം ഈ ജനീഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്, അവരുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ വിശ്വാസ്യത അത് ചാർജിക്കുക അത് ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കില്ലേ? അല്ല, വിശ്വാസ്യതയ്ക്ക് കോട്ടം സംഭവിച്ചൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജിവെച്ചു. അതിനെ തുടർന്ന് പാർട്ടി നടപടിയെടുത്തു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് എടുക്കാൻ കഴിയുന്ന നടപടികളൊക്കെ തന്നെ പാർട്ടിയെ സംബന്ധിച്ച് എടുത്തതാണ്. സമാനമായ സാഹചര്യങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം തന്നെ ആ വിഷയം അവിടെ അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ഇന്ന് ഞാനും വന്നു. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം മറ്റ് വർക്കിംഗ് പ്രസിഡന്റും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളിൽ നിന്ന് നിയമിക്കപ്പെട്ടു. സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. MLA എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമായിട്ട് അദ്ദേഹം